ഹായ്, ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് കാണിക്കുന്നത്. ഇത് ഞാൻ പ്ലാൻ ചെയ്തത് വേറെയൊക്കെ ഡിഷാണ്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ വെളിയിൽ നിന്നുള്ള ഫുഡ് 4-5 ദിവസം കഴിച്ചപ്പോൾ അങ്ങ് വയറൊക്കെ ആകെ പ്രശ്നമായി. അപ്പോൾ ആകെ ആരോഗ്യമൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് ഞാൻ മോനോട് പറഞ്ഞു ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാം, അതും കൂടെ ഇടാം. അപ്പം ഞാൻ ഈ ലീഫ് വാങ്ങിയത് ഒരു സാലഡിന് വേണ്ടിയിട്ടായിരുന്നു. അതിൽ പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നുമേ ഇല്ല. ആ ബോക്സിനകത്ത് വെറും 2 പീസ് ലെറ്റ്യൂസ്, പിന്നെയുള്ളത് മുഴുവനും പാലക്കായിരുന്നു. ഇത് വെച്ചിട്ട് ഒരു സാലഡും എനിക്കുണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സൂപ്പാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ മഷ്റൂം കുറച്ചത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പംകിൻ, 1 ക്യാരറ്റ്, ഒരു ഹാഫ് സവാള, ഒരു ഗാർലിക്, 1 പീസ് ഗാർലിക്. ഇത് ഞാൻ ഗാർലിക്ക് കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസൊക്കെ ചേർക്കാം. പിന്നെ സവാള കൂടുതൽ ചേർക്കണ്ട, അതിൽ ചുവ വരും. പിന്നെ മഷ്റൂമും ഞാൻ ഉള്ളത് കൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. പക്ഷേ ക്യാരറ്റ് നമ്മളിപ്പോൾ ടൊമാറ്റോ സൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ചേർത്താൽ അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പംകിനൊക്കെ ഞാൻ വലുതായിട്ട് അങ്ങ് കട്ട് ചെയ്തു. ഗാർലിക്കും അങ്ങനെ തന്നെ വലുതായിട്ട് കട്ട് ചെയ്തു. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കാരണം നമ്മൾ ഒന്ന് സോട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ മാഷ് ചെയ്യാണ് ചെയ്യണേ. കുക്കറിലല്ല, നിങ്ങൾ പാനിൽ വേവിച്ചാലും അത് നന്നായിട്ട് വെന്ത് കിട്ടും. എല്ലാം വലിയ വലിയ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. പാലക്കും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത് കുറേ പാലക്കുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയും വെറുതെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലിരുന്ന് ചീത്തായി പോകും. അതുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാം കൂടി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച്, നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് ഒലിവ് ഓയിലും അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് സവാള ഇട്ട് ഒന്ന് വഴറ്റണം എന്ന് പറഞ്ഞാൽ മൂപ്പിക്കേണ്ട. അതിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. ഒരു ട്രാൻസ്പെറൻ്റ് ആവുമ്പോൾ നമുക്ക് ഗാർലിക് ചേർക്കാം. ഇത് വെറുതെ എല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. സോട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെജിറ്റബിൾസ് ഇട്ടിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റിന് ശേഷം നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം കൂടെ മാഷ് ചെയ്യുമ്പോൾ കുട്ടികളങ്ങ് കഴിച്ചോളുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിടുന്നത്. നിങ്ങൾക്ക് മഷ്റൂം വേണമെങ്കിൽ ലാസ്റ്റ് സോട്ട് ചെയ്ത് ചേർക്കാം. എല്ലാ മഷ്റൂമും ഞാൻ 4 എണ്ണം എടുത്തു. ഇപ്പോൾ പാലക്ക് കൂടെ അതിനകത്ത് ചേർക്കുകയാണ്. ചിലർ പാലക്ക് ലാസ്റ്റേ ചേർക്കൂ. ഞാനിപ്പോൾ ആദ്യമേ ചേർത്തു. കുറച്ച് പാലക്ക്, 2 സ്പൂണിന് പാലക്ക് ഞാൻ മാറ്റി വെച്ചു ലാസ്റ്റ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം, കുക്കറിലാവുമ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിന്. എന്നിട്ട് പിന്നെ തിളപ്പിച്ച വെള്ളം നമുക്ക് ചേർക്കാം. അല്ലാത്ത പാനിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഞാനങ്ങ് വേവിച്ചു. നിങ്ങൾക്ക് 3 or 4 അങ്ങനെ വേവിക്കാം. പക്ഷെ നമുക്ക് മാഷ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിസിൽ കേൾപ്പിച്ചാൽ പെട്ടെന്ന് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കുക്കറിൽ അടച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഫുൾ പ്രഷർ വരുമ്പോൾ ഇതിലൊരു ബട്ടൺ ഉണ്ട്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കണം. ഒരു ബട്ടൺ ഉണ്ട്, അത് പൊങ്ങി വരും. അപ്പോഴാണ് ഫുൾ പ്രഷർ വരുന്നത്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കണം. പക്ഷേ ചെറിയ സ്റ്റൗവിൽ വെച്ചാൽ ഈ ബട്ടൺ പൊങ്ങി വരാൻ പ്രയാസമാണ്. അപ്പോൾ വലിയ സ്റ്റൗവിൽ വയ്ക്കണം. വലിയ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ ഫുൾ പ്രഷർ ആകുമ്പോൾ ഈ ബട്ടൺ പെട്ടെന്ന് പൊങ്ങി വരും. ഇപ്പോൾ അത് പൊങ്ങി വന്നു. ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് സ്റ്റൗ മാറ്റുകയോ അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. ഞാനൊരു 4-5 വിസിൽ വരെ ഞാൻ വേവിച്ചു. ഇതിനെ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾ ഒരു ഹാഫ് തണുത്തതിന് ശേഷം മിക്സിയിലടിച്ച് മാഷ് ചെയ്യാം. അതല്ലെങ്കിൽ മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം.
ഇനി ഒലിവ് ഓയിൽ 1 സ്പൂൺ ഒഴിച്ചിട്ട് മഷ്റൂമും പാലക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അത് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാനാണ്. നമ്മൾ മുഴുവനും അങ്ങ് മാഷ് ചെയ്തെടുത്ത സൂപ്പാകുമ്പോൾ നമുക്ക് ചവയ്ക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ ആദ്യമേ അങ്ങ് ചേർത്ത് എല്ലാം കൂടി ഒരുമിച്ച് മാഷ് ചെയ്തെടുക്കാം. ഇത് എല്ലാം ഞാൻ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് തിളയ്ക്കാൻ വെച്ചു. ഇതിലേക്ക് തിളച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അത്രയും നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർക്കണം. ഇന്ന് ഞാൻ പെപ്പർ പൗഡർ ചേർക്കുന്നില്ല, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർക്കാം, അത് നല്ലൊരു മണം കിട്ടും. പിന്നെ എരിവും, ഇത് സ്റ്റോക്ക് ക്യൂബാണ്, മാഗിയുടെ സ്റ്റോക്ക് ക്യൂബാണ്. നോറിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ്. ഇതിൻ്റെ 2 എണ്ണം കാണും, ഒരു 2 പീസ്. അതിൻ്റെ ഒരു ഹാഫേ ഞാൻ ചേർക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സ്റ്റോക്ക് ചേർക്കുന്നവർക്ക് ഇത് ചേർക്കണ്ട, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പാലൊക്കെ ചേർത്ത് വഴറ്റാം. ഇത് ബട്ടറിൽ സോട്ട് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും, അതാണ് കൂടുതൽ നല്ലത്. ഇത് ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്തത്. ഇത് ഏകദേശം എടുക്കാറാവുമ്പോഴാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഞാൻ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ആഹാരം ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ ഓട്സും മത്തൻ സീഡ്, പംകിനല്ല സൺഫ്ലവർ സീഡ്, പിന്നെ വാൾനട്ട്, ബദാം, അങ്ങനെ നട്ട്സും എല്ലാം കൂടി ചേർത്ത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ ചിലപ്പോൾ രാവിലെയും ഒക്കെ യോഗട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ തൈര്, പാൽ അതിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഓട്സ് കാച്ചിയത് അത്ര ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ചേർത്താൽ കംപ്ലീറ്റ് മീലായി. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി. ഞാൻ കുറച്ച് ക്രീം ഡെക്കറേറ്റ് ചെയ്യാനാണ് ഒഴിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് നല്ലൊരു സൂപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.